2003 ഫെബ്രുവരി 1 രാവിലെ 9 മണിയോടെ നടുക്കത്തോടെയാണ് ലോകം ആ വാർത്ത കേട്ടത്. ഇന്ത്യയുടെ ധീരവനിതയായ കൽപ്പന ചൗള ഉൾപ്പെടെ 7 പേർ സഞ്ചരിച്ചിരുന്ന കൊളംബിയ സ്പേസ് ഷട്ടിൽ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ചിരിക്കുന്നു. കൽപ്പന ചൗളയുൾപ്പെടെ 7 പേരും ആ പൊട്ടിത്തെറിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത. 17 ദിവസം നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷം 2003 ഫെബ്രുവരി 1 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ കൊളംബിയ എന്ന ബഹിരാകാശ പേടകം ടെക്സസിൻ്റെ ആകാശത്ത് ഒരു അഗ്നിഗോളമായി മാറുകയായിരുന്നു. അവരുടെ വിരാമത്തിന് 2 ദിവസങ്ങൾക്ക് മുൻപ്, അതായത് ഫെബ്രുവരി 1 21 വർഷങ്ങൾ പിന്നിട്ടു. ആ ഓർമ്മക്കായാണ് മുൻപും ഈ വിഷയത്തെപ്പറ്റി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും കൽപ്പന ചൗള എന്ന പുലിക്കുട്ടിയായ വനിതയുടെ ജീവിതത്തിലേക്കും കൊളംബിയ എന്ന സ്പേസ് ഷട്ടിൽ ദുരന്തത്തിലേക്കും ഒരു എത്തിനോട്ടം നടത്തുന്നത്. കൽപ്പന ചൗള ഇന്ത്യയിലെ ജനങ്ങൾക്കുപരി ലോക ജനതയെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച യുവതി. 1962 ഹരിയാനയിലെ കർണാലിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ച കൽപ്പന ചൗള ചെറുപ്പം മുതലേ സ്വപ്നം കണ്ടത് ആകാശയാത്രകളായിരുന്നു. 1982 പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത കൽപ്പന ചൗള എന്ന ഏക പെൺകുട്ടിക്ക് ആകാശം മാത്രമായിരുന്നു എന്നു മനസ്സിൽ. ഏറെ നാളത്തെ പരിശ്രമ ഫലമായി നാസയുടെ കൊളംബിയ എന്ന ബഹിരാകാശ ദൗത്യത്തിൽ ഇടം നേടാനുള്ള അവസരം വന്നു ചേർന്നപ്പോൾ കൽപ്പന ചൗള എഴുതി ചേർത്തത് ഒരു ചരിത്രമായിരുന്നു. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരി എന്ന ചരിത്രം. കൊളംബിയയുടെ അവസാനത്തെ 2 ബഹിരാകാശ യാത്രയിലും കൽപ്പന ചൗളയുണ്ടായിരുന്നു. ആദ്യ ദൗത്യത്തിന് ശേഷം നാസ കൊളംബിയയെ വീണ്ടും പരീക്ഷിച്ചപ്പോൾ അതിലും കൽപ്പന ചൗളയെ ഒപ്പം ചേർത്തത് അവരുടെ അടങ്ങാത്ത താൽപ്പര്യവും ആത്മസമർപ്പണവും കൊണ്ടായിരുന്നു. കൊളംബിയ ദുരന്തം 2003 ജനുവരി 16 മറ്റ് 6 പേർക്കൊപ്പമായിരുന്നു STS-107 കൊളംബിയ വാഹനത്തിൽ ബഹിരാകാശത്തേക്കുള്ള കൽപ്പനയുടെ 2ാമത്തെ യാത്ര. റിക് ഹസ്ബൻഡ്, വില്യം മക്കുൾ, മൈക്കൽ ആൻഡേഴ്സൺ, കൽപ്പന ചൗള, ഡേവിഡ് ബ്രൗൺ, ലോറൽ ക്ലാർക്ക്, ഇലൻ ഡമോൺ എന്നിവരായിരുന്നു യാത്രികർ. ബഹിരാകാശത്തിൽ അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെപ്പറ്റിയുള്ള ഗവേഷണമായിരുന്നു അവരുടെ ദൗത്യം. ബഹിരാകാശ ഗവേഷകരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു നാസ ഈ പഠനം നടത്തിയത്. 2 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷമായിരുന്നു ആ യാത്ര. 2000 തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെങ്കിലും കൊളംബിയയിൽ അടിക്കടി പിഴവുകൾ കണ്ടെത്തിയതിനാൽ ദൗത്യം നീണ്ടുപോകുകയായിരുന്നു. ചരിത്ര ദൗത്യത്തിന് ശേഷം 17 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷമാണ് കൽപ്പന ചൗളയും സംഘവും ഭൂമിയിലേക്ക് തിരിച്ചത്. പക്ഷേ അന്ന് അവസാന യാത്രയായി മാറുകയായിരുന്നു. വിക്ഷേപണ സമയത്ത് സംഭവിച്ച ചില സാങ്കേതിക തകരാറുകളാണ് ദുരന്തത്തിന് കാരണമെന്നാണ് പിന്നീട് കണ്ടെത്തിയത്. കൽപ്പന വരുത്തിവെച്ച ചില പിഴവുകളാണ് ദുരന്തത്തിന് കാരണമെന്ന ആരോപണം വന്നിരുന്നുവെങ്കിലും നാസ കൽപ്പനയെ അസാധാരണമായ ബഹിരാകാശ സഞ്ചാരി എന്ന് വിശേഷിപ്പിച്ച് അവരോട് ആദരവ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. കൊളംബിയയുടെ തകർച്ച നടന്ന് 90 മിനിറ്റിന് ശേഷം തന്നെ നാസ കൊളംബിയ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. കൊളംബിയയുടെ ഇടത് ചിറകിൽ സംഭവിച്ച തകരാറാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തിയത്. താപകവചത്തിനും കേടുപാടുകളുണ്ടായിരുന്നു. തിരിച്ചിറക്കത്തിനിടെ ഇടത് ചിറകുകൾക്ക് തീപിടിക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ കൊളംബിയ അഗ്നിഗോളമായി മാറുകയുമായിരുന്നു. ടെക്സാസിൻ്റെ പല ഭാഗത്തും കൊളംബിയയുടെ അവശിഷ്ടങ്ങൾ പതിച്ചു. പ്രദേശവാസികൾ ഉയർന്ന സ്ഫോടന ശബ്ദവും പുകയും ആകാശത്ത് നേരിട്ട് കണ്ടു. സാങ്കേതിക തകരാർ നാസ മനസ്സിലാക്കിയിരുന്നുവെങ്കിലും വേണമെങ്കിൽ നാസയ്ക്ക് ബഹിരാകാശത്ത് വെച്ച് തന്നെ പ്രശ്നപരിഹാരം നടത്താമായിരുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളും പിന്നീട് വന്നു. അതുകൊണ്ട് തന്നെ നാസയ്ക്ക് കൊളംബിയൻ ദുരന്തം വലിയ നാണക്കേടിനും വഴിവെച്ചു. 1981 കൊളംബിയയുടെ ആദ്യ ദൗത്യം. 1997 നടന്ന മറ്റൊരു കൊളംബിയൻ ദൗത്യത്തിലായിരുന്നു കൽപ്പനയുടെ ദൗത്യം. 2003 അവസാന ദൗത്യവുമായി മാറി. ദുരന്തം സംഭവിക്കുമ്പോൾ 40 വയസ്സായിരുന്നു കൽപ്പനയ്ക്കുണ്ടായിരുന്നത്. മരണശേഷം ഒട്ടേറെ ബഹുമതികളാണ് കൽപ്പനയെ തേടിയെത്തിയത്. US കോൺഗ്രസിൻ്റെ സ്പേസ് മെഡൽ ഓഫ് ഓണർ, നാസയുടെ സ്പേസ് ഫ്ലൈറ്റ് എന്നിവയെല്ലാം ഇതിൽപ്പെടും. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ISROയുടെ ഒരു ബഹിരാകാശ ഉപഗ്രഹത്തിന് കൽപ്പനയുടെ പേര് സമർപ്പിച്ചിരുന്നു. ഇന്ത്യ വിക്ഷേപിച്ച മെറ്റ്സാറ്റ് 1 ആണ് പിന്നീട് കൽപ്പന 1 എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്.
2002 സെപ്റ്റംബർ 12-നായിരുന്നു ശ്രീഹരിക്കോട്ടയിൽ നിന്ന് മെറ്റ്സാറ്റ് 1 വിക്ഷേപിച്ചത്. കൽപ്പനയോടുള്ള ആദരസൂചകമായി പിന്നീട് ഉപഗ്രഹം പുനർനാമകരണം ചെയ്യുകയായിരുന്നു. യുവ വനിതാ ശാസ്ത്രജ്ഞരെ അംഗീകരിക്കുന്നതിനായി കർണാടക സർക്കാർ 2004 കൽപ്പന ചൗള അവാർഡ് ഏർപ്പെടുത്തി. കൽപ്പന ചൗളയുടെ സ്മരണയ്ക്കായി പല സംസ്ഥാനങ്ങളും സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. നിരവധി തെരുവുകൾ, സർവകലാശാലകൾ എന്നിവയും കൽപ്പന ചൗളയിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വേണ്ട അവശ്യ സാധന സാമഗ്രികൾ അടങ്ങുന്ന ചരക്കുകളുമായി അമേരിക്കയുടെ സിഗ്നസ് ബഹിരാകാശ പേടകം കൽപ്പന ചൗളയുടെ പേരിലാണ് യാത്ര തിരിച്ചത്. 2020 ഒക്ടോബർ 3-നായിരുന്നു വിക്ഷേപണം. 3 മാസത്തോളമാണ് കൊളംബിയയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി നാസ കഠിന പരിശ്രമം നടത്തിയത്. ഇതിനായി പ്രത്യേക ജീവനക്കാർക്ക് ചുമതല കൊടുത്തു. ഈസ്റ്റ് ടെക്സാസ് മുതൽ സത്തേൺ ലൂസിയാന വരെ ഇത് വ്യാപിച്ചു കിടന്നു. ഏറെ ദുഷ്കരമായ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ അനധികൃതമായി കടത്താൻ വരെ ശ്രമം നടന്നിരുന്നു. ഇതിനിടെ തിരച്ചിലിനായി പോയ ഹെലികോപ്റ്റർ സാങ്കേതിക തകരാർ മൂലം തകരുകയും 2 പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്ത സംഭവവും നടന്നിട്ടുണ്ട്. ബെൽഫോർ നോട്ട് 7 ഹെലികോപ്റ്ററായിരുന്നു അന്ന് തകർന്നു വീണത്. 2 മാസത്തോളം നീണ്ട തിരച്ചിലിനൊടുവിൽ 83,900 അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. കണ്ടെടുത്ത 40,000 അവശിഷ്ടങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. കെന്നഡി സ്പേസ് സെൻ്ററിലെ വെഹിക്കിൾ അസംബിൾ ബിൽഡിങ്ങിലെ ഉപയോഗിക്കാതെ കിടക്കുന്ന വലിയ മുറിയിലാണ് കണ്ടെത്തിയ അവശിഷ്ടങ്ങളൊക്കെയും സൂക്ഷിച്ചിട്ടുള്ളത്. ഏതായാലും കൽപ്പന ചൗളയുടെ വിയോഗവും കൊളംബിയ സ്പേസ് ഷട്ടിലിൻ്റെ തകർച്ചയും ലോകത്തിന് വലിയ നഷ്ടമായിരുന്നു സമ്മാനിച്ചിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.